ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കാലങ്ങളായി കാത്തിരുന്ന തൃശൂരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് കാരണം തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി. ഫീസ് വർധനയ്ക്കെതിരെ SFI വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ പോലീസിന്റെ ഷീൽഡ് തട്ടിയെടുത്തു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം മുറിച്ച് വഴിയിൽ ഉപേക്ഷിച്ച സംഭവം. ഓർഫനേജ് ഉടമയും വളർത്തുമകനും ഉൾപ്പെടെ 3 പേർ പിടിയിലായി. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചെരിഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറത്ത് ചികിത്സയിലിരിക്കെയാണ് ചെരിഞ്ഞത്. പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളോട് സൗമ്യമായി പെരുമാറണമെന്ന് DGP രവേട ചന്ദ്രശേഖർ. ഉറച്ചതും ധീരവുമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പോലീസ് സേനാംഗങ്ങൾക്കാകണമെന്നും DGP. ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ചാവക്കാട് തുടരുന്നു. 2 ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. വാർത്തകൾ വിശദമായി. കാലങ്ങളായി കാത്തിരുന്ന തൃശൂരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് കാരണം തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ വലിയ രണ്ടാമത്തെയും സുവോളജിക്കൽ പാർക്കിന്റെ തലയെടുപ്പ് ഇനി തൃശൂരിന് സ്വന്തം. ഉത്സവാഘോഷച്ചായ പകർന്നാടിയ ചടങ്ങിൽ 4 പതിറ്റാണ്ട് കാലത്തോളം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിച്ചത്. മുൻ സർക്കാരുകളുടെ കാലത്ത് നിന്നുപോയതും പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ പദ്ധതികൾ പലതും നടപ്പിലാക്കാനായത് LDF സർക്കാരിന് ജനങ്ങൾ നൽകിയ ഭരണ തുടർച്ചയാണ്. ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 2016-21 കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെന്റിന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുന്നത്. കിഫ്ബിയുടെ രൂപീകരണത്തിലൂടെ നാട് നേടിയ നേട്ടങ്ങൾ എങ്ങും ദൃശ്യമാണ്. അതിൽ പ്രധാനമാണ് സുവോളജിക്കൽ പാർക്കെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സർക്കാരിന് ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക. അത് വിഭവശേഷിക്കനുസൃതമായി മാത്രമേ സാധിക്കൂ. ഇവിടെ വിഭവശേഷിക്കനുസരിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ നമ്മുടെ കേരളം കാലാനുസൃതമായ പുരോഗതി നേടാതെ വരും. 2021 ആയപ്പോൾ 62,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി വഴി വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കാൻ തയ്യാറായി. ഇത് നാടിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് സഹായിച്ചു. വൻ ജനാവലി സാക്ഷ്യം വഹിച്ച ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയുടെ സ്ഥലപരിമിതിയെയും മുഖ്യമന്ത്രി പരാമർശിച്ചു. ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പാക്കഡായിരിക്കുകയാണ് ജനസംഖ്യ. വന്ന സൗകര്യത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ വന്നിരുന്ന, അതും മുൻനിരകളിൽ തന്നെ ഇരുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഇപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും സാധാരണയിൽ കവിഞ്ഞ ആൾക്കൂട്ടമാണ് എന്ന് കണക്കാക്കി അതിൻ്റേതായ അച്ചടക്കം എല്ലാവരും പാലിക്കാൻ തയ്യാറാണ്. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ വനം വകുപ്പും കൂടുതൽ ജനസൗഹൃദമായി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുവോളജിക്കൽ പാർക്ക് മനുഷ്യരുള്ളിടത്തോളം കാലം വികസിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മണ്ഡലം MLA കൂടിയായ റവന്യൂ മന്ത്രി K രാജൻ അഭിപ്രായപ്പെട്ടു. 23 ആവാസ ഇടങ്ങളും 7 ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കേവലം ഒരു മൃഗശാലയല്ല, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിച്ച കിഫ്ബി എന്ന പദ്ധതിയാണ് എന്ന അഭിമാനത്തോടെ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ,
മുൻ മന്ത്രിമാർ, MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക പ്രമുഖരും പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയും നടന്നു. 338 ഏക്കറിൽ 371 കോടി രൂപ ചെലവഴിച്ചാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. തൃശൂർ മൃഗശാലയിലെ മുഴുവൻ ജീവികളെയും ഇതിനോടകം പുത്തൂരിൽ എത്തിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ഇതര സംസ്ഥാനത്തും രാജ്യത്തിന് പുറത്തുനിന്നുമായി ജിറാഫ്, അനാക്കൊണ്ട ഉൾപ്പെടെയുള്ള ഒട്ടനവധി മൃഗങ്ങളെ കൂടി എത്തിക്കും. നാടിന്റെ വികസനത്തിന് അനന്ത സാധ്യതകൾ തുറന്നിട്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. ജനുവരിയോടെ പൊതുജനങ്ങൾക്ക് പൂർണ്ണതോതിൽ പാർക്കിൽ സന്ദർശനം നടത്താം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ പ്രകാശിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഫീസ് വർധനയ്ക്കെതിരെ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അക്കാദമിക് ബ്ലോക്കിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന ധർണ SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷവും മുദ്രാവാക്യ വിളികളുമായി സമരം തുടർന്നു. അക്കാദമി ബ്ലോക്കിന്റെ ഇരുമ്പ് ഗേറ്റ് തകർത്ത് അകത്ത് കടക്കുവാനും പ്രവർത്തകർ ശ്രമിച്ചു. ഇതോടെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. 2 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധ സമരത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമരം അവസാനിച്ചത്. കണ്ടാലറിയാവുന്ന 60ഓളം SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം മുറിച്ച് വഴിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. കൂനമ്മാവിലെ അഗതി മന്ദിര നടത്തിപ്പുകാരനും കൂട്ടാളികളുമാണ് പിടിയിലായത്. ഇവാഞ്ചൽ ആശ്രമത്തിന്റെ നടത്തിപ്പുകാരനായ ബ്രദർ അമൽ എന്നറിയപ്പെടുന്ന എറണാകുളം കൂനമ്മാവ് സ്വദേശി ചെറുതുരുത്തി വീട്ടിൽ അമൽ ഫ്രാൻസിസ്, ഇയാളുടെ വളർത്തുമകൻ ആരോമൽ, കോട്ടയ്ക്കൽ വീട്ടിൽ നിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ സുദർശനെ കൊടുങ്ങല്ലൂരിലെത്തിക്കാൻ ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുറവൂർ സ്വദേശി സുദർശനെയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം അവശനിലയിൽ ഏതാനും ദിവസം മുമ്പ് കണ്ടെത്തിയത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്ന സുദർശന്റെ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. ജനനേന്ദ്രിയത്തിൽ പരിക്കുമുണ്ടായിരുന്നു. ഇയാൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം കൂനമ്മാവിലെ ഇവാഞ്ചലി അഗതി മന്ദിരത്തിൽ നിന്നാണ് യുവാവ് ആക്രമണത്തിനിരയായത്. 10 വർഷം മുമ്പ് ആലപ്പുഴ തുറവൂരിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുദർശൻ. ആലപ്പുഴ സ്വദേശി സുദർശനന് നേരെയുണ്ടായ ആക്രമണ കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് പുലർത്തിയ ജാഗ്രതയാണ് പ്രതികളെ പിടികൂടാനായത്. സുദർശനനെ ആക്രമിച്ചത് ഇതര സമുദായക്കാരാണെന്ന മട്ടിലുള്ള പ്രചരണമാണ് തുടക്കത്തിൽ നടന്നത്. എന്നാൽ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് പുലർത്തിയ കാര്യക്ഷമത ഫലം കണ്ടു. അന്വേഷണ സംഘത്തിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. സുദർശനനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൺവേ റോഡിന്റെ തെക്കേ അറ്റത്ത് താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലും വടക്കേ അറ്റത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തുമുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് രാത്രിയിൽ അതുവഴി കടന്നുപോയ വാഹനങ്ങൾ വൺവേ റോഡ് താണ്ടാനെടുത്ത സമയം പരമാവധി 1.5 മിനിറ്റാണെന്ന് കണ്ടെത്തി. എന്നാൽ ഒരു വാഹനം മാത്രം 2.5 മിനിറ്റ് സമയമെടുത്താണ് കടന്നുപോയത്. തുടർന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിലെ CCTV ക്യാമറകളിൽ നിന്നും ഈ വാഹനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടെടുത്തു. ഓർഫനേജ് വെഹിക്കിൾ എന്നെഴുതിയിട്ടുള്ള മാരുതി ഈക്കോ വാഹനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത്. വലിയൊരു സാമുദായിക വിഷയത്തിലേക്ക് വഴിമാറുമായിരുന്ന പ്രചരണങ്ങൾക്ക് തടയിട്ടത് പോലീസിന്റെ കരുതലും അന്വേഷണ മികവുമാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ
ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പൂരപ്പറമ്പിലെ തലയെടുപ്പുള്ള കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. തെക്കേപ്പുറത്തെ കെട്ടുതറയിലാണ് കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞത്. ഏറെ നാളായി അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അവശനിലയിലായിരുന്നു കൊമ്പൻ. ഏതാനും നാളുകളായി എരണ്ടക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങളുമായി ആന രോഗാവസ്ഥയിലായിരുന്നു. അവസാന നാളുകളിൽ മരുന്നുകളുടെ കാര്യമായ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. കുന്നംകുളം സ്വദേശി കൊണാർക്ക് ബിനോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. ഏറെ ആരാധകരുള്ള കൊണാർക്ക് കണ്ണന്റെ വിയോഗം കേരളത്തിന് തീരാ നഷ്ടമാണ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന കേരള പോലീസിന്റെ ആപ്തവാക്യം മാന്യമായ പെരുമാറ്റം കൊണ്ടും ഉറച്ചതും ധീരവുമായ പ്രവർത്തനം കൊണ്ടും സാക്ഷാത്കരിക്കാൻ പോലീസ് സേനാംഗങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവേട ചന്ദ്രശേഖർ പറഞ്ഞു. രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 157 വനിതാ പോലീസ് പരിശീലനാർത്ഥികളുടെയും KAP 5ാം ബറ്റാലിയനിലെ 226 പോലീസ് പരിശീലനാർത്ഥികളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു DGP. I see not just a parade of disciplined men and women, but the future guardians of law, order and justice in our state. We began this journey as civilians. Today, we stand before here as trained, disciplined and dedicated members of Kerala Police family. We have been tested in endurance, strength and spirit. We have proven your courage, learned compassion and embraced commitment. 413 പോലീസ് കോൺസ്റ്റബിൾമാർ സേനാംഗങ്ങളായ പാസിംഗ് ഔട്ട് പരേഡിൽ ദൃശ്യമാകുന്നത് പുരുഷ വനിത പോലീസ് കോൺസ്റ്റബിൾമാരുടെ അച്ചടക്കത്തിന്റെയും ചിട്ടയായ പരിശീലനത്തിന്റെയും മികവ് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ പാലനത്തിന്റെ ഭാവി സംരക്ഷകരെ കൂടിയാണെന്നും DGP പറഞ്ഞു. ചടങ്ങിൽ പോലീസ് ബറ്റാലിയൻ ADGP S. ശ്രീജിത്ത്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിംഗ് G. ലക്ഷ്മണ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIG ഇൻചാർജ് ഡോക്ടർ അരുൺ RB കൃഷ്ണ തുടങ്ങിയവർ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സേനാംഗങ്ങളെ DGP ട്രോഫികൾ നൽകി ആദരിച്ചു. പരേഡ് കമാൻഡറായ വനിതാ പോലീസ് പരിശീലനാർത്ഥി P. സീതാലക്ഷ്മിയുടെ മികച്ച പ്രകടനം കാണികളുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതായി. TCV തൃശൂർ. നിലവിളക്കിന് പകരം പച്ചവെള്ളത്തിന് തീ കൊടുത്ത് 2 ദിവസങ്ങളായി നടക്കുന്ന 15ാമത് തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ആൻഡ് കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിന് തുടക്കമായി. ചില്ല് ഗ്ലാസിലെ വെള്ളത്തിൽ അസറ്റോൺ ഒഴിച്ച ശേഷം NK അക്ബർ MLA ആണ് തീ കൊളുത്തി മേള ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് MLA തുണിയുടെ ബാനറിലേക്ക് ഫിനോഫ്തലിൻ സ്പ്രേ ചെയ്തതോടെ മേളയുടെ വിശദവിവരങ്ങൾ ബാനറിൽ തെളിഞ്ഞു. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലി ഉപയോഗിച്ച് ബാനറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫിനോഫ്തലിൻ സ്പ്രേ ചെയ്തതോടെ എഴുത്ത് പിങ്ക് നിറത്തിൽ തെളിയുകയായിരുന്നു. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക നീതു തോമസ് ആയിരുന്നു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവ്യെ, വാർഡ് കൌൺസിലർ ബേബി ഫ്രാൻസിസ്, DJ സതീഷ് കുമാർ, P. നവീന, T. രാധ, D. ശ്രീജ, ഡോക്ടർ NJ ബിനോയ്, TM ലത തുടങ്ങിയവർ സംസാരിച്ചു. മമ്മിയൂർ LF ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ HS ബ്ലോക്കിൽ ഗണിതശാസ്ത്രമേളയും HSS ബ്ലോക്കിൽ IT മേളയുമാണ് നടക്കുന്നത്. LF-UP സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേളയും ചാവക്കാട് MRR MHSൽ ശാസ്ത്രമേളയും ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയും ചാവക്കാട് GHSSൽ കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലും നടക്കുന്നുണ്ട്. കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കും. 60 സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയുമുണ്ട്. 19 ഇനങ്ങളിൽ തൊഴിൽ നൈപുണ്യ മത്സരങ്ങളും വിനോദങ്ങളും കരിയർ ഫെസ്റ്റും ഉണ്ടാകും. മേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. TCV ന്യൂസ്, ഗുരുവായൂർ.
ചാവക്കാട് നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പരിമിതികളെ മറികടന്ന് മികവ് പുലർത്തിയ സൗരവ് എന്ന മിടുക്കനെ പരിചയപ്പെടാം. ഡിജിറ്റൽ വരയുടെ ലോകത്താണ് സൗരവ് പ്രതിഭയുടെ നിറം പകരുന്നത്. കണ്ണപേട്ട മാത HSനെ പ്രതിനിധീകരിച്ച് ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സൗരവ്. അധ്യാപിക VR സതി രവീന്ദ്രൻ ദമ്പതികളുടെ ഏക മകനാണ്. ജനന സമയത്ത് തന്നെ ക്ലബ് ഫൂട്ട് എന്ന അസുഖം ബാധിച്ചു. ഇരുകാലുകളും നിവർത്താൻ സാധിക്കാത്തതിനാൽ നടക്കാൻ കഴിയില്ല. വരയോടുള്ള ഇഷ്ടം കണ്ടെത്തിയത് സൗരവിന്റെ ഡ്രോയിംഗ് ടീച്ചറാണ്. കഴിഞ്ഞ കൊല്ലം ചേർപ്പ് ഉപജില്ലയിൽ UP വിഭാഗം ഡിജിറ്റൽ പെയിന്റിംഗിൽ ആദ്യ സ്ഥാനം നേടിയിട്ടുണ്ട്. ഇക്കൊല്ലം ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി തന്റെ സ്കൂളിന് വേണ്ടി ജില്ലയിൽ വീണ്ടും മത്സരിക്കാനെത്തി. സൂപ്പർ മാർക്കറ്റ് എന്ന വിഷയത്തിലായിരുന്നു മത്സരം. പരിമിതികളിൽ തളരാതെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് പ്രതിഭയുടെ കയ്യൊപ്പിട്ട് തന്റെ യാത്ര തുടരുകയാണ് സൗരവ്. TCV ന്യൂസ്, ചാവക്കാട്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തി. അതിരപ്പിള്ളി റേഞ്ചിൽപ്പെടുന്ന പറയൻപാറ വനത്തിൽ പ്രത്യക്ഷപ്പെട്ട ആനയെ നിരീക്ഷിക്കുവാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. കാടിനകത്ത് കൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാണെന്ന് കരുതുന്ന മുറിവ് എത്ര കണ്ട് ഗൌരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുറിവിന് മുകളിൽ മണ്ണുവാരിയിട്ട അവസ്ഥയിലാണ് ആനയെ കണ്ടത്. ലോൺ ശരിയാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകി 66,560 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് അത്തോളി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. മതിലകം പാപ്പിനിവട്ടം പാമ്പിനെഴുത്ത് വീട്ടിൽ മുഹമ്മദ് ഷമീറാണ് തട്ടിപ്പിനിരയായത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ അജയ്, വിശാഖ്, ASI വഹാബ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷനിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ശക്തമായ മഴയിൽ മണൽപ്പുഴ കണ്ണോത്ത് സംയുക്ത കോൾപ്പടവിൽ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. 336 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിലെ നടിയിൽ കഴിഞ്ഞ 120 ഏക്കർ ഭാഗമാണ് വെള്ളത്തിനടിയിലായത്. ഈ മാസത്തിൽ 2ാം തവണയാണ് പാടശേഖരം വെള്ളത്തിൽ മുങ്ങുന്നത്. തിങ്കളാഴ്ച പെയ്ത തുടർച്ചയായ മഴയിൽ പാടശേഖരം മുങ്ങിയതോടെ നടിയിൽ നിർത്തിവെച്ചു. ഇനി 60 ഏക്കറോളം നടിയിൽ പൂർത്തിയാകാനിരിക്കെയാണ് മഴ പ്രതിസന്ധിയായത്. 22 ദിവസം പ്രായമായ നെൽച്ചെടികൾ വെള്ളത്തിലാണ്. മഴയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കരവെള്ളം സമീപമുള്ള കല്ലുങ്കു വഴി പാടശേഖരത്തിലേക്ക് ഇറങ്ങുന്നതാണ് കൃഷി മുങ്ങാൻ കാരണമെന്ന് ഭാരവാഹികളായ KP മുഹമ്മദ്, KP രാജേഷ് എന്നിവർ പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. അരിമ്പൂർ കോൾപ്പാടത്തെയും അടാട്ട് കോൾപ്പാടത്തെയും ബന്ധിപ്പിക്കുന്ന ചാലാടി പുത്തൻകോളിലെ പാലത്തിൽ ചണ്ടി തടഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. 500 കിലോമീറ്ററോളം ദൂരത്തിൽ ചണ്ടി കുരുങ്ങിക്കിടക്കുന്നതിനാൽ ചേറ്റിപ്പുഴ എൽത്തുരുത്ത് ഭാഗത്തുനിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ചണ്ടി തടഞ്ഞതിനാൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ ബണ്ടിന് മുകളിലൂടെ വെള്ളം കൃഷിസ്ഥലത്തേക്ക് ഒഴുകുമെന്ന് കർഷകർ പറഞ്ഞു. അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. വയലാർ രാമവർമ്മ കാലാതീതമായ ഇതിഹാസമാണെന്ന് സർക്കാർ മുൻ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. വയലാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച വയലാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വലിയ യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെയായി ആണ് നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ട ഉണ്ണിവീരൊക്കെ പാടിയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാദം തുറക്കും, അതോടൊപ്പം തന്നെ ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഇതൊക്കെ നിരീശ്വരവാദിക്ക് അങ്ങനെ എഴുതാൻ കഴിയും. അതിനുള്ള ഒരു ഈശ്വരവിശ്വാസം നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ, കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം ഒരു പരിപൂർണമായി നിരീശ്വരവാദിയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മതേതര സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ.
എല്ലാ മതവിഭാഗത്തെയും കൂട്ടിച്ചേർത്തിട്ടുള്ള മതേതരത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വലിയ നിലയിൽ നമ്മളെയൊക്കെ ഇങ്ങനെ വല്ലാതെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വയലാറിൻ്റെ നിരീശ്വരത്വത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മതേതരത്വ ഭാവത്തെ ഒരിക്കലും നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. ഫൗണ്ടേഷൻ ചെയർമാൻ ഉണ്ണി വിയ്യൂർ അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ചലച്ചിത്ര താരങ്ങളായ ലിഷോയ്, നന്ദകിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗസൽ സന്ധ്യ അരങ്ങേറി. വരന്തരപ്പള്ളി സ്റ്റേഷൻ റൌഡിയും വധശ്രമ കേസ് പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. റൊട്ടിപ്പടി സ്വദേശി തൈരുകുടം ശ്രീജിത്തിനെയാണ് ജയിലിലടച്ചത്. വിവിധ സ്റ്റേഷനുകളിലായി 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീജിത്ത്. വരന്തരപ്പള്ളി SHO KN മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉത്തരവ് നടപ്പിലാക്കിയത്. വീട്ടുമുറ്റത്ത് പതിവ് സന്ദർശകനായ ആൺമയിൽ കൗതുക കാഴ്ചയാകുന്നു. അന്നം തേടിയുള്ള ഈ വരവിൽ മുറ്റത്താരെയെങ്കിലും കണ്ടില്ലെങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തു കടന്ന് വരവറിയിക്കും വിളിപ്പുറത്തെ ഈ മയൂരം. താന്യം പഞ്ചായത്ത് 3-ാം വാർഡിൽ പുതിയ വീട്ടിൽ മുഹമ്മദ് അലിയുടെ വീട്ടുമുറ്റത്താണ് മയിൽ പതിവായി വിരുന്നെത്തുന്നത്. വീട്ടുമുറ്റത്ത് ആരെയും കണ്ടില്ലെങ്കിൽ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്ത് കയറി കിട്ടുന്ന ഭക്ഷണം എന്തുതന്നെയായാലും ക്ഷമയോടെ കഴിച്ച് സ്ഥലം വിടുന്നതാണ് ഈ മയിലിന്റെ രീതി. ചിലപ്പോൾ 2 നേരം, ചിലപ്പോൾ കാലത്ത്, പിന്നെ വൈകിട്ട് തീരക്ക് വേണ്ടി വരും. നമ്മളെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് വരും. ഇനിയിപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ അകത്ത് വന്ന് ഇങ്ങനെ ഇറക്കി വന്നത് നോക്കും. അപ്പോൾ എന്തെങ്കിലും തീറ്റൊക്കെ ഇട്ട് കൊടുക്കും. അരിയ, ഗോതമ്പ, ചോറ, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്താലും അവർ തിന്നും. അതേമാതിരി അപ്പുറത്തെ വീട്ടിൽ തീറ്റക്ക് പോകും. അവിടെ ആരും ഇല്ലാന്ന് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരും. ഒരെണ്ണം മാത്രം സ്ഥിരം വരണം. സമീപത്തെ 3 ഏക്കറോളം വിസ്തൃതിയുള്ള വീട്ടുപറമ്പാണ് ഇവയുടെ വിഹാര കേന്ദ്രം. പറമ്പിലെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള മോട്ടോർ ഷെഡിനുള്ളിലും ഉപയോഗശൂന്യമായ വെള്ളം ടാങ്കിലുമാണ് ഇവയുടെ താമസം. വേനൽക്കാലത്ത് വാട്ടർ ടാങ്കിനുള്ളിൽ പെൺമയിലുകൾ മുട്ടയിട്ട് അടയിരിക്കും. അപ്പോഴൊക്കെ ആൺമയിൽ മുട്ട വിരിയുന്നതുവരെ കാവൽ നിൽക്കും. വിരിയുന്ന കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിലാക്കി അമ്മ മയിൽ തെങ്ങിൻ തലപ്പുകളിലേക്കും മറ്റ് ഉയരം കൂടിയ വൃക്ഷങ്ങളിലേക്കും പറന്നുയരും. കഴിഞ്ഞ 10 വർഷമായി ഈ കാഴ്ച പതിവാണെന്ന് വീട്ടമ്മ തണ്ടാശ്ശേരി ശോഭന ബാബുരാജ് പറഞ്ഞു. ഇവിടെ മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 2.25 ഏക്കറിൽ 2-3 വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ വേനൽക്കാലത്ത് മുട്ടയിടും. കുട്ടികൾ വലുതാകുമ്പോൾ ചിറകിൻ്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകും. തെങ്ങിൻ്റെ മുകളിൽ താമസം. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ വരും. ഈ പറമ്പുകളിൽ ചേട്ടൻ്റെ വീട്, അവിടെ എല്ലാവിടെയും വരും. തൊടിയിൽ കൃഷി ചെയ്യുന്ന ചുവന്ന മുളകും പച്ചപ്പയറുമാണ് ഇവയ്ക്കേറെ പ്രിയം. 1 ദശാബ്ദത്തോളമായുള്ള സമ്പർക്കം മൂലം പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ഇഴയെടുപ്പം ഈ വീട്ടുകാരും മയിലും തമ്മിൽ ഉടലെടുത്തു കഴിഞ്ഞു. TCV തൃശൂർ. ഗുരുവായൂർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളി പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. താൽക്കാലിക ജീവനക്കാരി ലതാ വേലായുധനാണ് രക്ഷപ്പെട്ടത്. കാരക്കാട് സ്കൂൾ റോഡിൽ പുല്ല് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു സംഭവം. റോഡിലേക്ക് ചാഞ്ഞുകിടന്നിരുന്ന വള്ളിയിൽ തൊട്ടതോടെ ഇതിലുണ്ടായിരുന്ന മൂർഖൻ പത്തി വിടർത്തി ചീറ്റി. പെട്ടെന്ന് കൈ വലിച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. ഒരു തലമുറയിലെ ആളുകളുടെ കൗമാരത്തെയും യൗവനത്തെയും പ്രലോഭിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത പ്രതിഭയായിരുന്നു ചെറുകാടെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. എഴുത്തിലൂടെ ഇന്ത്യയെ മുഴുവൻ വള്ളുവനാട്ടിലേക്ക് കൊണ്ടുവരാൻ ചെറുകാടിന് സാധിച്ചുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയിൽ ചെറുകാട് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. K. രാധാകൃഷ്ണൻ MP ചെറുകാട് അവാർഡ് സമർപ്പണം നിർവഹിച്ചു. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി. ചെറുകാട് കൃതികളുടെ പുതിയ പതിപ്പുകളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സാറ ജോസഫ്, അശോകൻ ചെരുവിൽ, KV രാമകൃഷ്ണൻ, ഡോക്ടർ C. രാവുണ്ണി എന്നിവർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ V. ശശികുമാർ അധ്യക്ഷനായി. മാനേജിംഗ് ട്രസ്റ്റി C. വാസുദേവൻ, ഡോക്ടർ KP മോഹനൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഭാഗം തന്നെയുണ്ട്. അപ്പോൾ അത്തരം ദേശീയപാത മന്നലാംകുന്ന് സർവീസ് റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു.
രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളായ 100ഓളം കുടുംബങ്ങളാണ് 2 വർഷത്തോളമായി ദുരിതം അനുഭവിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രദേശം സന്ദർശിച്ച് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടുവെങ്കിലും നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഉപരോധ സമരം വാർഡ് കൌൺസിലർ ആലത്തയിൽ മൂസ ഉദ്ഘാടനം ചെയ്തു. എം കമാൽ അധ്യക്ഷത വഹിച്ചു. വി യഹിയ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചെറുതുരുത്തിയിൽ KSEB ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസുകൾ മോഷണം പോയി. പൈങ്കുളം മേഖലയിലെ 3 ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസുകളാണ് മോഷണം പോയത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാള മലയാങ്കുന്നിൽ ഒഴിഞ്ഞ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന 19 ബാരൽ ടാർ മോഷണം പോയതായി പരാതി. പോട്ട സ്വദേശി കൂട്ടാടി വീട്ടിൽ ഷാജിയാണ് ഇത് സംബന്ധിച്ച് മാള പോലീസിൽ പരാതി നൽകിയത്. മലയാങ്കുന്നിലെ വില്ലേജ് വ്യവസായ വികസന സൊസൈറ്റിയുടെ സ്ഥലത്താണ് ടാർ വീപ്പകൾ സൂക്ഷിച്ചിരുന്നത്. മെയ് 10-നും ഒക്ടോബർ 27-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പരാതി. 1.90 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,075 രൂപ, പവന് 88,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കാലങ്ങളായി കാത്തിരുന്ന തൃശൂരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് കാരണം തുടർ ഭരണമെന്ന് മുഖ്യമന്ത്രി. ഫീസ് വർധനയ്ക്കെതിരെ SFI വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ പോലീസിന്റെ ഷീൽഡ് തട്ടിയെടുത്തു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം മുറിച്ച് വഴിയിൽ ഉപേക്ഷിച്ച സംഭവം. ഓർഫനേജ് ഉടമയും വളർത്തുമകനും ഉൾപ്പെടെ 3 പേർ പിടിയിലായി. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറത്ത് ചികിത്സയിലിരിക്കെയാണ് ചരിഞ്ഞത്. പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളോട് സൗമ്യമായി പെരുമാറണമെന്ന് DGP രവേട ചന്ദ്രശേഖർ. ഉറച്ചതും ധീരവുമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പോലീസ് സേനാംഗങ്ങൾക്കാകണമെന്നും DGP. ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ചാവക്കാട് തുടരുന്നു. 2 ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 6000-ഓളം പ്രതിഭകൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.